മരെ ഇൻസ്റ്റഗ്രാമിൽ മലയാളി ഫോളോവേഴ്സിനെ കൂട്ടിയാലോ? ഫേക്ക് ഫോളോവേഴ്സ് ഒന്നുമല്ല, റിയൽ ആക്റ്റീവായിട്ടുള്ള മലയാളി ഫോളോവേഴ്സ്. നമ്മളിടുന്ന പോസ്റ്റിന് ലൈക്കും സപ്പോർട്ടും തരുന്ന റിയൽ കേരള ഫോളോവേഴ്സ്. മച്ചാന്മാരെ, ഇതാണ് കേരള ഫോളോ എന്ന് പറയുന്ന ആപ്പ്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കാം ഇവൻ എന്നും ഈ ആപ്പിനെ കുറിച്ച് അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല മച്ചാന്മാരെ അതങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ ആപ്പിൽ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരണം, എന്നാലും എല്ലാവർക്കും നല്ല രീതിയിൽ ഫോളോസ് കിട്ടും. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള മലയാളി ഫോളോവേഴ്സ് കിട്ടുന്നുണ്ട് ഈ ആപ്പ് വഴി. ഈ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് അവസാനം വരെ കണ്ടാൽ മതി. കേരളത്തിലെ ബെസ്റ്റ് ആപ്പാണ് മലയാളി ഫോളോവേഴ്സ് കിട്ടുന്നത്. അപ്പം നമുക്ക് നേരെ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് പരിചയപ്പെടാം, എന്നിട്ട് ആപ്പ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് പറഞ്ഞു തരാം. പിന്നെ മച്ചാന്മാരെ, പലർക്കും ഒരു ഡൗട്ടുണ്ട്, ഇത് സേഫാണോ ബ്രോ, ഇതൊരു ആപ്പല്ലേ, ആപ്പ് വഴി കിട്ടുന്ന സേഫാണോ? 100% സേഫാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ഒരു ആപ്പിനകത്ത് ഫോളോ ഫോർ ഫോളോ ആണ് നടക്കുന്നത്. പ്രൊമോഷൻ ബേസ്ഡ് ആപ്പാണ്. അങ്ങനെയാണ് നമുക്കിത് വഴി മലയാളി ഫോളോവേഴ്സ് കിട്ടുന്നത്. അല്ലാതെ കൃത്രിമപരമായല്ല നമുക്ക് കിട്ടുന്നത്, ഓർഗാനിക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആപ്പ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഓക്കെ മച്ചന്മാരെ, ഞാൻ എന്തായാലും ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇനി നമുക്ക് ആപ്പ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് പരിചയപ്പെടാം. ഓക്കെ, അതിനായിട്ട് നിങ്ങളെല്ലാവരും ജസ്റ്റ് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. കേരള ഫോളോ എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ മച്ചാന്മാരെ, ഇവിടെ ലോഡിങ് ആവുന്നുണ്ട്. ലോഡിങ് ആയി വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് ലോഡായി വരുന്നത്. ഇവിടെ നോട്ടിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, അലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആപ്പ് ഓപ്പൺ ആയിട്ട് ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് ലോഡായി വരുന്നതാണ്. അപ്പോൾ മച്ചാന്മാരെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഫോളോസ് വരുന്നതിൻ്റെ പ്രൂഫ് കാണിക്കാൻ പറ്റില്ല. കാണിക്കണമെന്നുണ്ട്, ബട്ട് എന്തുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ലോഗോ കാണിക്കാൻ പറ്റത്തില്ല. വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ പോയി ചെയ്താൽ, നിങ്ങൾ കൃത്യമായിട്ട് പോയി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫോളോസ് കിട്ടും. മച്ചാന്മാർ, ഇവിടെ ഞാൻ അതിനായിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് അല്ലേ, ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതിനായിട്ട് താഴെ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ അടുത്തൊരു പേജിലേക്ക് ലോഡായി വരും. ഇങ്ങനത്തെ പേജിലേക്കാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പാസ്വേഡോ യൂസർ നെയിമോ ഒന്നും അല്ല കേട്ടോ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ട്വിറ്ററിലും ഒക്കെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല. നമ്മൾ പല സൈറ്റുകളിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല. അതേപോലെ ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് ഞാൻ അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ അടുത്തൊരു പേജിലേക്ക് ലോഡാകും മച്ചന്മാരെ. ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് നമ്മൾ ലോഡായി വരുന്നത്. അപ്പോൾ ഇവിടെ ജോയിൻ നൗ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ജോയിൻ നൗവിനകത്ത് ക്ലിക്ക് ചെയ്ത് ഈ ആപ്പിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കുന്നതാണ്. അപ്പം മച്ചന്മാരെ, എന്തായാലും നമ്മൾ അത് ഞാൻ ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ ആപ്പ് വഴി എങ്ങനെയാണ് മലയാളി ഫോളോസ് കിട്ടുക എന്നുള്ളത് പറഞ്ഞു തരാം. മച്ചന്മാരെ, ഈ ഒരു ആപ്പിനകത്താണെങ്കിൽ അവൈലബിൾ കോയിൻസ് 0 ആണ്. മേളിൽ കണ്ട കോയിൻസ് 0 ആണ്. അപ്പോൾ കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫോളോവർ കൂട്ടാൻ പറ്റൂ. അപ്പോൾ കോയിൻ എങ്ങനെ കൂട്ടണമെന്ന് പറഞ്ഞു തരാം. അതിനായിട്ട് ഏറ്റവും മേളിൽ കാണുന്ന 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏൺ ക്രെഡിറ്റ്സ് എന്നുണ്ട്. ആ ഏൺ ക്രെഡിറ്റ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോയിൻ കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇതേപോലെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ പറയുന്നത് ഇവിടെ ഒരുപാട് അക്കൗണ്ട് വരും നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി. ആ അക്കൗണ്ടിൽ ഏതെങ്കിലും അക്കൗണ്ടൊക്കെ പ്രൈവറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്, കോയിൻ കിട്ടത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് അക്കൗണ്ട് ആരും കയറി ഫോളോ ചെയ്യരുത്, കോയിൻ കിട്ടില്ല. അപ്പം മച്ചന്മാർ, നമ്മളൊന്ന് ഓക്കെ കൊടുത്തേക്കുക. മച്ചന്മാർ, ഇവിടെ കണ്ട ലോട്ട് ഓഫ് ടാസ്ക് ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 കോയിൻ വെച്ചാണ് കിട്ടുന്നത്. ഇവിടെ കിടക്കുന്ന ഒരുപാട് ഏകദേശം 100 കണക്കിന് അക്കൗണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോയിൻ കിട്ടും, 5 കോയിൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഇതിനകത്തൊരു 16 പേരെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഒരാൾ ഫോളോ ചെയ്ത് 5 കോയിനല്ലേ കിട്ടുന്നത്. 16 പേരെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 40 മലയാളി ഫോളോസ് കിട്ടാനുള്ള കോയിൻ നമുക്ക് ഇവിടെ തരുന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ ഒരു ടാസ്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ലോട്ട് ഓഫ് ടാസ്ക് കിടപ്പുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കിടക്കുന്ന ടാസ്ക് ഒന്ന് എടുത്തിട്ട് ഫോളോ ആൻഡ് ഏൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇവിടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഞാനിവിടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലെത്തുമ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് പോലെ വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ടോ. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫോളോ ചെയ്തുകൊണ്ട് കോയിൻ കളക്ട് ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് കോയിൻ കളക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതിൻ്റെ കാരണം, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോകുന്നുണ്ടല്ലോ, അവിടെ ചെന്ന് ഫോളോ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ
മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കോയിൻ കളക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു പേജിൽ വരുമ്പോൾ ഈ വീഡിയോ പോപ്പപ്പ് വരും. അപ്പം നിങ്ങൾക്കത് കാണാവുന്നതാണ് കേട്ടോ മച്ചാന്മാരെ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഇനി നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾ കോയിൻ കളക്ട് ചെയ്തെന്ന് വെച്ചോ, ആ കളക്ട് ചെയ്ത കോയിൻ വെച്ചിട്ട് എങ്ങനെയാണ് ഫോളോവേഴ്സ് കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ടാണ് എന്താണ്ട് ഗെറ്റ് ഫോളോവേഴ്സ് എന്നുള്ള സെക്ഷൻ. അവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മച്ചാന്മാരെ, ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആണെങ്കിൽ ഫോളോസ് കയറില്ല, അക്കൗണ്ട് പബ്ലിക് ആക്കണമെന്ന് പറയുന്നുണ്ട്. പബ്ലിക് ആയിരിക്കണം അക്കൗണ്ട്, എന്നാലേ ഫോളോസ് കയറൂ. ശേഷം നമ്മളിവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോസ് കൂട്ടേണ്ടത് ആ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോസ് കയറും. യൂസർ നെയിം എൻ്റർ ചെയ്യുക. ക്വാണ്ടിറ്റി എത്ര ഫോളോവറാണ് വേണ്ടത് അത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ 100 100, 40 40, മിനിമം 40 തൊട്ടേ കൂട്ടാൻ പറ്റൂ. അപ്പോൾ ഞാനിവിടെ 40 എൻ്റർ ചെയ്യുന്നു. കണ്ടോ, 40 ഫോളോവറിന് വെറും 80 ക്രെഡിറ്റ്സ് മതി. നമ്മൾ ഒരാളെ ഫോളോ ചെയ്താൽ തന്നെ 5 ക്രെഡിറ്റ്സ് കിട്ടും. 17 വരെ ഫോളോ ചെയ്താൽ തന്നെ 80 മേളിൽ ക്രെഡിറ്റ്സ് കിട്ടും. 16 വരെ ഫോളോ ചെയ്തതോടെ നിങ്ങൾക്ക് 40 മലയാളി ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റുന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. എല്ലാവരും ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോയിൻ കളക്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് തന്നെ ഇവിടെ ബൈ ഫോളോവേഴ്സ് ഉണ്ട്. ബൈ ഫോളോവേഴ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടുന്ന് മലയാളി ഫോളോസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 100 മലയാളി ഫോളോസിന് 35 രൂപ, 600 മലയാളി ഫോളോസിന് 175 രൂപ, 1400 മലയാളി ഫോളോസിന് 350 രൂപ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം മച്ചാന്മാരെ, ക്രെഡിറ്റ് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്? ഇവിടെ ഏൺ ക്രെഡിറ്റ്സ് എന്നുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ടാസ്ക് ഉണ്ട്. നിങ്ങൾ ഈ ഫോളോ ആൻഡ് ഏണി ക്ലിക്ക് ചെയ്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഫോളോ ആൻഡ് ഏണി ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു പേജിലേക്ക് വരും. അവിടെ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയും വരും. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ടാസ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുവഴി മലയാളി ഫോളോസ് കൂട്ടാം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇനി ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. കാരണം നമ്മളെല്ലാവരും കട്ടയ്ക്ക് നിന്നാലേ ഈ ആപ്പ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ. കാരണം എന്തെന്നറിയോ, ഒരുപാട് പ്രേക്ഷകർ ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ മല്ലു ഫോളോവേഴ്സ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഞാൻ അമൽ കൃഷ്ണൻ. ബൈ.